നമസ്കാരം. മൂവി ബ്രാഞ്ചിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കുറച്ചധികം ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലെ സുപ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള CM ആയിട്ടുള്ള വിജയുടെ കാമുകി എന്ന തരത്തിൽ നടിയായ തൃഷയും ഒക്കെ തന്നെയാണ്. സംഗീതയുമായിട്ടുള്ള വിവാഹമോചനവും അതിൻ്റെ ഭാഗമായിട്ട് തൃഷയുമായിട്ടുള്ള അടുപ്പവും ഇത് രണ്ടും വളരെ സുപ്രധാനമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അമ്മ ഇടപെട്ടു, മക്കൾക്ക് വേണ്ടിയെങ്കിലും സംഗീതയുമായിട്ട് ഒത്തുപോകണമെന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു എന്ന് ആദ്യം വാർത്തകൾ വന്നിരുന്നു. ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് വിജയ്ക്ക് ഏറ്റവും വലിയ നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് ഈ തൃഷയുമായിട്ടുള്ള ബന്ധമായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും സ്വന്തം ഭാര്യയെ, സ്വന്തം മക്കളുടെ സങ്കടത്തെ ഒക്കെ തന്നെ തള്ളിക്കൊണ്ട് തൃഷയുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകുകയാണ് CM വിജയ്. എന്താണ് CM വിജയും ഈ പറയുന്ന തൃഷയുമായിട്ട് ഇത്രയുമായിട്ടുള്ള അഗാധമായിട്ടുള്ള ഒരു ബന്ധത്തിന് കാരണം എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. ആ ഒരു കാരണം എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ടുപേരുടെയും കരിയറിൽ വലിയൊരു നേട്ടമുണ്ടാകാൻ സാധിച്ചത് രണ്ടുപേരും ഒരുമിച്ച് വന്നപ്പോഴാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വിജയ് ഗില്ലി മുതൽ ലിയോ വരെയുള്ള വിജയ് തൃഷ ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാകും. ആദ്യത്തേതിലും അവസാനത്തിലെയും തൃഷ എന്ന നായിക കഥാപാത്രത്തിന്റെ രക്ഷകനായി മാറിയത് വിജയാണ്. ഗില്ലി, തിരുപ്പാച്ചി, ആത്തി, കുരുവി തുടങ്ങിയിട്ടുള്ള സിനിമകളിൽ ഒന്നിച്ച ജോഡി പിന്നെ 15 വർഷക്കാലം ഒരു സിനിമയിൽ പോലും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ ചുരുങ്ങിയ സിനിമകൾ അവരുടെ കരിയറിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. 15 വർഷക്കാലം ഇവർ ഒരുമിച്ച് അഭിനയിക്കാത്തതിന് കാരണം എന്ന് പറയുന്നത് വിജയ്ക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ കുടുംബം മുന്നോട്ട് വെച്ച ഉടമ്പടികളായിരുന്നു എന്നും ചിലയിടത്ത് റൂമറുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസത്തെ ബർത്ത്ഡേ ഒരു സർപ്രൈസിലൂടെ നമുക്ക് മനസ്സിലായതാണ്. പരസ്യമായിട്ട് പലയിടത്തും ഈ പറയുന്ന വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോലും തൃഷയും വിജയും പരിപാടികളിൽ പങ്കെടുക്കുന്നു എന്നതും ശ്രദ്ധേയം. സിനിമകളിൽ മാത്രമല്ല, ഒന്നിച്ചുള്ള യാത്രകളിലും വിവാഹമരണ ചടങ്ങുകളിലും എല്ലാം വിജയ് തൃഷ ഒരുമിച്ചെത്തുന്നു എന്ന് പറയുന്നത് വാർത്തകളിൽ ഇടം പിടിക്കുന്നതിനോടൊപ്പം തന്നെ ആ കുടുംബത്തിലെ സുപ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾക്ക് കാരണമായി മാറ്റുന്നുണ്ട്. വിജയ് തമിഴ്നാടിന്റെ തലവനായിട്ട് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് പോലും അത് നേരിട്ട് കാണാൻ വിജയുടെ ഭാര്യയോ വിജയുടെ മക്കളോ എത്തിയിരുന്നില്ല. പക്ഷേ അവരുടെ വേണ്ടപ്പെട്ടവരിൽ ഒരാളായിട്ട് തൃഷ അവിടെ ഉണ്ടായിരുന്നു. ആ തൃഷയെ വിജയുടെ കുടുംബം സ്വീകരിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം വിജയ് തൃഷ ബ്രേക്കപ്പ് വാർത്തകളാണ് തലക്കെട്ടുകളിൽ നിറഞ്ഞത്. അതായത് വിജയുടെ എല്ലാ ബർത്ത്ഡേക്കും ഒരു സർപ്രൈസ് പോസ്റ്റുമായിട്ട് എത്തുന്ന ഒരാളാണ് തൃഷ. തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ തൃഷ പോസ്റ്റ് ഇടാൻ ഒരിക്കലും മറക്കാറില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം നാടകീയമായിട്ട് തോന്നുന്ന തരത്തിൽ തൃഷ വിജയെ അൺഫോളോ ചെയ്യുന്നു. അതിനുശേഷം രാത്രി ഒരു സർപ്രൈസ് ആരാധകരെ കളിയാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ സർപ്രൈസ് ചെയ്യുന്ന രീതിയിലോ, അത് തൃഷ ഏത് രീതിയിലാണ് എടുത്തത് എന്ന് അറിയില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നു. രാത്രിയോട് കൂടെ ഒരു സർപ്രൈസ് പൊട്ടിക്കുന്നു എന്ന തരത്തിൽ CMനൊപ്പം നിൽക്കുന്ന വളരെ പേഴ്സണലായിട്ട് നിൽക്കുന്ന ഒരു സ്പേസിലുള്ള ഒരു ഫോട്ടോ. പിറന്നാൾ ദിവസത്തിൽ വിജയ് കൂട്ടുകാരിയായിട്ടുള്ള തൃഷ ആശംസകൾ അറിയിച്ച സംഭവത്തിൽ വിജയ്ക്ക് കൂട്ടുകാരിയായ തൃഷ ആശംസകൾ അറിയിച്ചില്ല, അവർ തമ്മിൽ പിരിഞ്ഞു എന്ന രീതിയിൽ തലങ്ങും വിലങ്ങും ചർച്ചകൾ നടക്കുന്ന സമയത്താണ് തൃഷ അങ്ങനെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. തൃഷയും വിജയും അകന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ നിൽക്കുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ പെട്ടെന്നൊരു പോസ്റ്റ് പുറത്തുവിട്ടതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഈ പറയുന്ന പോസ്റ്റ് ഇടാൻ അപ്പോഴാണ് തീരുമാനിച്ചതെങ്കിൽ ഓക്കെ, എന്തിനാണ് അൺഫോളോ ചെയ്ത ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചത് എന്നുള്ള ഒരു ചോദ്യം അവിടെയുണ്ട്. എന്തായാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് അടുപ്പക്കാരാണ് എന്ന് തോന്നുന്ന തരത്തിലാണ് ഈ പറയുന്ന പോസ്റ്റ് തൃഷ പങ്കുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിജയ് തൃഷ ബ്രേക്കപ്പ് വാർത്തകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു അഭ്യൂഹങ്ങളെല്ലാം വെറുതെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് താരം വിജയ്ക്കൊപ്പം നിൽക്കുന്ന കേക്ക് ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് കേക്ക് മുറിക്കാൻ തയ്യാറെടുപ്പിലാണ് എന്ന് തോന്നുന്ന രീതിയിൽ ഒരു ഫോട്ടോ പങ്കുവച്ചത്. തമിഴ് സിനിമയിൽ കമൽഹാസൻ ഉൾപ്പെടെയുള്ള മുതിർന്ന താരങ്ങളുടെ വരെ
നായികയായിട്ട് വേഷമിട്ട നടി വിജയ്ക്കൊപ്പം അഭിനയിച്ചപ്പോഴാണ് കൂടുതൽ ശ്രദ്ധയാകർഷിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അജിത്ത്, സൂര്യ തുടങ്ങിയിട്ടുള്ള അടുത്ത തലമുറയിലെ നടന്മാരുടെ കൂടെയും ഒക്കെ അഭിനയിച്ച നടിയാണ് ഈ പറയുന്ന തൃഷ. മോഡലിംഗിൽ നിന്നും സിനിമകളിൽ എത്തിയ താരം കോടി ക്ലബ്ബുകളുടെ ഇടം നേടിയത് അനവധി ചിത്രങ്ങളുണ്ട്. ഏറ്റവും ഒടുവിലായി സൂര്യയ്ക്കൊപ്പം എത്തിയിട്ടുള്ള കറുപ്പ് എന്നുള്ള ചിത്രം ഇപ്പോൾ ബോക്സ് ഓഫീസ് തകർത്തുവാരിയ സിനിമയാണ്. ഇത്രയേറെ നടന്മാർ ഒപ്പം അഭിനയിച്ചിട്ടും എന്തുകൊണ്ട് വിജയ് തൃഷയ്ക്ക് സ്പെഷ്യൽ ആകുന്നു എന്നുള്ള ചോദ്യമാണ് ഇതോടുകൂടെ പ്രസക്തമാകുന്നത്. ഇതിനു മുൻപ് ഈ ബന്ധത്തെക്കുറിച്ച് ഗലാട്ട മീഡിയയ്ക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ തൃഷ സംസാരിച്ചിട്ട് ഒരു കാര്യം ഇപ്പോൾ ഇതോടുകൂടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. വിജയ് അടുത്തെപ്പോഴും ശാന്തി ഉണ്ടാകും. അദ്ദേഹത്തെ എപ്പോഴും ശാന്തനായിട്ട് കാണാനേ തനിക്ക് സാധിച്ചിട്ടുള്ളൂ. എന്ത് പ്രശ്നം വന്നാലും വിജയ് അത് നേരിടുന്ന രീതികൾ, മനസ്സിൻ്റെ ഉള്ളിലെ ശാന്തത എന്ന് പറയുന്ന കാര്യം, അതാണ് അദ്ദേഹത്തിലുള്ളത് എന്നാണ് തൃഷ എന്ന് പറഞ്ഞത്. തന്നോട് നിരവധി പേർ പറയുകയും സോഷ്യൽ മീഡിയയിലൂടെ കാണുകയും ചെയ്ത ഒരു കാര്യമുണ്ട്. എൻ്റെ ആദ്യ സിനിമ മുതലേ ഹിറ്റ് ജോഡി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നിച്ചു കാണാൻ പലരും ആഗ്രഹിക്കുന്നു. ഞങ്ങൾ രണ്ടുപേർക്കും കൂടിയുള്ള ഫാൻസ് ക്ലബ്ബ് വരെയുണ്ട്. സ്ക്രീനിൽ ഞങ്ങൾ ഒന്നിച്ചു കാണാൻ പലരും ആഗ്രഹിച്ചിരുന്നു. ഗില്ലിയോ തിരുപ്പാച്ചിയോ TV-യിൽ കാണിച്ചാൽ എനിക്ക് അപ്പോൾ നിറയെ മെസ്സേജ് വരും. സ്ക്രീൻഷോട്ട് എടുത്ത് വരെ പലരും അത് അയക്കുന്നത് പതിവാണ്. അതെല്ലാം പോസിറ്റീവായി എടുക്കുന്നു എന്നായിരുന്നു തൃഷ പറഞ്ഞത്. അതായത് ഈ പറയുന്ന വിജയുമായിട്ടുള്ള ആ ഒരു ബന്ധം ആസ്വദിക്കുകയാണ് തൃഷ എന്ന് വ്യക്തമാക്കുന്ന തരത്തിലൊരു പ്രതികരണം. എന്തായാലും ഈ പറയുന്നത് പോലെ തൻ്റെ വിജയങ്ങൾക്ക് കാരണമായിട്ടുള്ള ആ നടൻ്റെ വിജയം ഇപ്പോൾ ആസ്വദിക്കുകയാണ് തൃഷ എന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ അതൊരു കുടുംബത്തെ അല്ലെങ്കിൽ അതൊരു ഒരുപാട് വ്യക്തികളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിലും സമ്മർദ്ദത്തിലുമാക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. കാരണം വിജയുടെ മക്കൾ രണ്ടുപേർ, അവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം ഡൈജസ്റ്റ് ആകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സംഗീതയെ സംബന്ധിച്ച് സംഗീത പരാതി നൽകിയത് പോലും ഈ പറയുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള നടി തൻ്റെ കുടുംബജീവിതത്തിലേക്ക് വരുന്നു, അത് തങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിവാഹമോചന പരാതി പോലും നൽകിയിരിക്കുന്നത്. അങ്ങനെയുള്ള വിവാദമായിട്ടുള്ള ഒരു നിമിഷം നിൽക്കുന്ന സമയത്താണ് ഡിവോഴ്സ് ആകുന്നതിന് മുമ്പ് തന്നെ തൃഷ ഈ കാണിച്ചു കൂട്ടുന്നത്. ഇതിനൊക്കെ വിജയ് ആ താളത്തിനൊത്ത് നിന്നു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. എന്തായാലും എല്ലാ കാര്യങ്ങൾക്കും ശക്തമായിട്ടും കൃത്യമായിട്ടും മറുപടി പറയുന്ന വിജയ് ഈ പറയുന്ന തൃഷയുടെ ഇത്തരം കുട്ടിത്തരങ്ങൾക്ക്, കുട്ടിക്കളിക്ക് നിന്നു കൊടുക്കുന്നു എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് വിജയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് തൃഷ രംഗത്തെത്തിയത്. ഈ ആശംസകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നുണ്ട്. വിജയ് ആരാധകരിൽ ആകാംക്ഷ ഉയർത്തിയ ആ ഒരു പോസ്റ്റിൽ ഇപ്പോൾ നടി ചാർമി കൗറിന്റെ ഒരു കമന്റ് കൂടെ വലിയ രീതിയിൽ ചർച്ചയെ ആകർഷിക്കുന്നു. വിജയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് തൃഷ പങ്കുവച്ച കുറിപ്പിലെ ചാർമിയുടെ കമന്റ് ഇപ്പോൾ ചർച്ചകൾക്ക് വഴിവെക്കാൻ കാരണമായിരിക്കുന്നത് ഇവർ തമ്മിൽ ദമ്പതികൾ എന്നുള്ള രീതിയിൽ ഒരു പരാമർശമാണ്. വിജയ് തൃഷ ബന്ധത്തെ പ്രത്യേക രീതിയിൽ പരാമർശിച്ച ചാർമി ഇരുവരെയും പ്യുവർ ഗോൾസ് കപ്പിൾ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദമ്പതികൾ എന്നർത്ഥം വരുന്ന കപ്പിൾ എന്ന പദം ചാർമി പ്രയോഗിച്ചതോടെ ആരാധകർ ഇത് ഏറ്റെടുത്തു. മുൻപ് തൃഷയുടെ പിറന്നാൾ ദിനത്തിലും ചാർമി പങ്കുവെച്ച ഒരു കമന്റ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അവിചാരിതമായി ഇതേ ദിവസമായിരുന്നു വിജയ് തമിഴ്നാടിൽ തിരഞ്ഞെടുപ്പ് വിജയിച്ചത്. അന്ന് തൃഷയെ ഭാഗ്യത്തിന്റെ പ്രതീകം എന്നാണ് ചാർമി വാഴ്ത്തിയത്. ചരിത്ര പുസ്തകത്തിൽ തൃഷയുടെ ജന്മദിനം വിജയം എന്ന് വേണം രേഖപ്പെടുത്താൻ എന്നും ചാർമി അന്ന് കുറിച്ചിരുന്നു. വിജയും തൃഷയും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും ആഴം വ്യക്തമാക്കുന്നതാണ് പുതിയ ചിത്രമെന്ന് ആരാധകർ പറയുമ്പോഴും ചാർമിയുടെ കമന്റും നിലവിലെ സാഹചര്യങ്ങളും തമിഴ് സിനിമാ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. സിനിമയ്ക്കുള്ളിലെ സൗഹൃദങ്ങളും ഗോസിപ്പുകളും എല്ലാം സിനിമാ പ്രേമികൾക്ക് കൗതുകം തന്നെയാണ്. പ്രത്യേകിച്ച് തമിഴകത്തിന്റെ ദളപതി വിജയും തെന്നിന്ത്യൻ താരസുന്ദരി തൃഷ കൃഷ്ണനും തമ്മിലുള്ള സൗഹൃദം. അല്പം വൈകിയാലും വരും, വരാതിരിക്കില്ല, വരാതിരുന്നിട്ടുമില്ല എന്നതായിരുന്നു ഈ കഴിഞ്ഞ ദിവസം രാത്രി നടി തൃഷ കൃഷ്ണൻ തമിഴ്നാട് മുഖ്യമന്ത്രി നടനുമായിട്ടുള്ള ജോസഫ് വിജയുമായി പങ്കുവെച്ച പിറന്നാൾ ആശംസാ കുറിപ്പിൽ പറഞ്ഞത്. ജൂൺ 22-നായിരുന്നു വിജയുടെ ജന്മദിനം. എന്നാൽ ഇക്കുറി വിജയ്ക്ക് തൃഷയുടെ ആശംസകൾ വരാൻ അല്പം വൈകിയിരുന്നു. അതോടെ സോഷ്യൽ മീഡിയയിൽ ഊഹാപോഹങ്ങൾ കടന്ന സമയത്താണ് ഒടുവിൽ ഒരു ദിവസം വൈകിയാണെങ്കിലും രാത്രിവേളയിൽ ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് തൃഷ ഇൻസ്റ്റഗ്രാം പോസ്റ്റുമായി എത്തിയത്. വിജയ്ക്കൊപ്പം തൃഷ പിറന്നാൾ കേക്ക് മുറിക്കുന്ന ഒരു ചിത്രമാണ് താരം പങ്കുവച്ചത്.